നമുക്ക് പശ്ചിമേഷ്യയിലേക്കൊന്ന് പോകണം. അവിടെ ഇറാൻ US യുദ്ധത്തിൽ 60 ദിവസത്തെ വെടിനിർത്തലുള്ള സാധ്യത തെളിയുന്നു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും പുതിയതായി പുറത്തുവരുന്നത്. ധാരണയ്ക്കുള്ള കരടുപത്രം തയ്യാറായതായി റിപ്പോർട്ടുകളുണ്ട്. കരാറിന്മേൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അന്തിമ തീരുമാനമെടുക്കും. ഇത് പ്രാബല്യത്തിൽ വന്നാൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറക്കുകയും US സൈനിക ഉപരോധം പിൻവലിക്കുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇറാൻ ഏതാണ്ട് ഈ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അമേരിക്കൻ പ്രസിഡന്റിന്റെ കൺസെന്റ് മാത്രമാണ് വേണ്ടത്. പക്ഷേ ഇന്നലെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരം ഇറാനുമായുള്ള ചർച്ചകളിൽ ഒരുപാട് അതിർത്തികൾ പങ്കുവച്ചൊരു പശ്ചാത്തലമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ, ആക്രമണങ്ങൾ നടത്തിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വേണം ഈ കരാറിലെ കാര്യങ്ങൾ എത്താൻ. അജയ് സുധാ ബിജു ഉണ്ട്. അജയ്, നിരവധി പ്രതിസന്ധികൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പൂർണ്ണമായും കാര്യങ്ങൾ പരിഹരിച്ചു എന്ന് പറയാനാവില്ല. എന്താണിപ്പോൾ ഈ എഗ്രിമെന്റിന്റെ ഭാഗമായി സംബന്ധിച്ചിരിക്കുന്ന കാര്യങ്ങൾ? രഞ്ജിത്ത്, അമേരിക്കയ്ക്കും ഇറാനുമിടയിൽ ആക്രമണങ്ങൾ ഇപ്പോൾ തുടർച്ചയായി 2 ദിവസങ്ങളിൽ നടന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു വെടിനിർത്തൽ കരാർ കൂടി നിലവിൽ വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് ഇപ്പോൾ കുറച്ചു കാലമായി അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു ബന്ധം വഷളാണ് പൊതുവെ. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു നില ഏറ്റവും ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു സമാധാന കരാറിൻ്റെ കരട് രേഖയിലേക്ക് ഇരു രാഷ്ട്രങ്ങളും വരുന്നത്. ഇതിപ്പോൾ അമേരിക്കൻ പ്രതിനിധികളാണ് ഇത്തരമൊരു കരാർ സംബന്ധിച്ചുള്ള വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നത്. അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ അവരുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസ് ആണെങ്കിലും ഇത്തരമൊരു കരാറിലേക്ക് എത്തിച്ചേർന്നതായിട്ട് പറയുന്നുണ്ട്. ഈ കരട് രേഖ അനുസരിച്ച് 60 ദിവസം അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ വെടിനിർത്തൽ ഉണ്ടാകും. ഈ വെടിനിർത്തൽ കാലയളവിൽ ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലുള്ള തർക്ക വിഷയങ്ങൾ ചർച്ച ചെയ്യും എന്നതാണ് ധാരണ. ഈ തർക്ക വിഷയം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ഇറാന്റെ ആണവ വിഷയങ്ങൾ സംബന്ധിച്ച് തന്നെയായിരിക്കും ചർച്ച നടക്കുക. ഇത്തരമൊരു കരാർ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഇറാൻ മുൻ ധാരണ അനുസരിച്ച് ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായിട്ട് തുറക്കുമെന്നും അമേരിക്കൻ പ്രതിനിധികൾ നിലവിൽ പറയുന്നുണ്ട്. അങ്ങനെ ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറക്കുകയാണെങ്കിൽ ഹോർമുസിൽ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള സൈനിക ഉപരോധം അവസാനിപ്പിക്കുകയും ചെയ്യുമെന്നും ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ മറ്റ് സമീപ രാഷ്ട്രങ്ങളിലുള്ള ഒരു യുദ്ധമാണെങ്കിലും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ ലെബനിലേക്കുള്ള ആക്രമണം, അതുപോലെ ഇറാനെ ആക്രമിക്കില്ല എന്നുള്ള ഉറപ്പ്, ഇത്തരം കാര്യങ്ങളിലെല്ലാം ഇറാന് ഒരു ധാരണ കിട്ടുകയാണെങ്കിൽ, ഇറാന് ഒരു ഉറപ്പ് ലഭിക്കുകയാണെങ്കിൽ ആണവ വിഷയങ്ങളിൽ ഉൾപ്പെടെ ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.